Hello friends, welcome to your channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഓക്സിജൻ OSന്റെ ലേറ്റസ്റ്റ് ജനുവരി അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഓക്സിജൻ OS 16.2.400 എന്ന് പറഞ്ഞിട്ട് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ നോഡ് 5 എന്ന് പറഞ്ഞ ഫോണാണ് അതുകൊണ്ട്. അപ്പോൾ നോഡ് 5ലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ആകെ ഒരു നമുക്കിപ്പോൾ നമ്മൾ ഇവരുടെ പ്രീമിയം ഫോൺസ് വൺ പ്ലസിൻ്റെ പ്രീമിയം ഫോൺസ് കമ്പയർ ചെയ്യുമ്പോൾ ആകെ ഒരു ഫീച്ചർ വരാത്തതെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ചാർജിങ് ആനിമേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ലേറ്റസ്റ്റ് പുതിയ ഫോണുകൾക്കൊക്കെ ഒരു ചാർജിങ് ആനിമേഷൻ ഉണ്ട്. അത് ആക്ച്വലി നോട്ട് സീരീസിന് വന്നിട്ടില്ല. അതെനിക്ക് തോന്നുന്ന വരാണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അതൊരു പ്രീമിയം ഡിവൈസുകൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഹൈ എൻഡ് ഡിവൈസുകൾക്ക് പ്രീമിയം ആയിട്ട് വെച്ചൊക്കെയാണ്. ബാക്കി എല്ലാ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ One UI കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള അനിമേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സൂപ്പർ ആനിമേഷനൊക്കെ ആയിട്ടുള്ള ഒരു OS അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആൻഡ്രോയിഡ് സ്കിൻ എന്ന് പറയുന്നത് ഓക്സിജൻ OS തന്നെയാണ്. അപ്പോൾ അതിലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ലൈവ് അനലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല സ്മൂത്താണ് സാധനം കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാൻ വേണമെങ്കിൽ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ OS നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 16.0.2.400 നിങ്ങൾക്ക് ഈ 400 വേർഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിൽ പോയിട്ട് ബീറ്റ പ്രോഗ്രാമിൽ പോയിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് റിലീസ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് അത് വരും. അത് നിങ്ങൾ ചെയ്യാം, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബീറ്റ വേർഷനാണ്, ബീറ്റ അല്ല ട്രയൽ വേർഷൻ എന്ന് പറയില്ല നമ്മൾ ഈ ഇതിലൊക്കെ വിവോൻ്റെയും ഇതിലൊക്കെ. അത് പക്ഷേ വലിയ ബഗ്ഗുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓൾമോസ്റ്റ് സ്റ്റേബിൾ വേർഷൻ എന്നാണ് ഞാൻ പറയാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ എന്തൊക്കെ ചേഞ്ചസ്, അത്യാവശ്യം കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് കണ്ടു. നമുക്ക് ഗസ്റ്റർ ഇൻട്രാക്ഷൻസ് ആനിമേഷൻസ്, അതായത് ജസ്റ്റർ ഇൻട്രാക്ഷൻ ആനിമേഷൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവർ. നമ്മൾ ഒരു ബ്രൗസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇമേജ് ഒക്കെ ചെയ്യുമ്പോഴും. പിന്നെ നമുക്ക് കോളേജ് ഫീച്ചറിൽ പോപ്പ് ഔട്ട് ഓപ്ഷൻസ് ഓഫ് ഫോട്ടോസിൻ്റെ കാര്യം നമ്മൾ പറയാം, അത് വന്നിട്ടുണ്ട്. പിന്നെ AI റൈറ്റിങ്ങിൽ നമുക്ക് എന്താ പറയുക റൈറ്റ് എനിത്തിങ് ഫീച്ചർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും AI ഫീച്ചറിൽ കേട്ടോ. ആക്ച്വലി ഓക്സിജൻ OS ഭയങ്കരമായിട്ട് AI പുഷ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ One UI പോലെ തന്നെ. ഇതിൽ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഫോട്ടോ സെക്ഷനിൽ. പിന്നെ സിസ്റ്റത്തിൽ സിസ്റ്റം സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് സേഫ് ഫീച്ചറിൽ നമുക്ക് ഇമ്പ്രൂവ് സ്പീഡ് ഫോർ ആഡിങ് ഇമേജസ് ആൻഡ് ഫയൽ ടു പ്രൈവറ്റ് സേഫ്, അതായത് അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക സെക്യൂർ ഫോൾഡറിലേക്ക് ആഡ് ചെയ്യാന്ന് പറയില്ല, അതിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടെന്ന് പറയുന്നത്. യു ക്യാൻ നൗ ഈസിലി എഡിറ്റ് ഇമേജസ് ആൻഡ് വീഡിയോസ് ഡയറക്ട്ലി ഇൻ പ്രൈവറ്റ് സേഫ്. അതായത് പ്രൈവറ്റ് സേഫ് തന്നെ നമുക്ക് ഈ ഇമേജ് നമുക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. നമുക്ക് അതിൻ്റെ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ലാന്ന്. പിന്നെ കുറച്ച് ചേഞ്ചസ് വന്നേക്കെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഈ ക്യാമറ ആപ്പ് ഐക്കണിട്ട് പുറത്തിട്ടേക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് പുതിയ വന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ എക്സ്ട്രാ ക്യാമറേൻ്റെ പോർട്രേറ്റ് എടുക്കണം, വീഡിയോ എടുക്കണം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ വേറെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് വയ്ക്കുക, രണ്ടെണ്ണം. അപ്പോൾ രണ്ട് സാധനം വന്നല്ലോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അതെന്തായാലും കളയട്ടെ. അപ്പോൾ അതൊരു എക്സ്ട്രാ സംഭവമായിരുന്നു. പിന്നെ കണ്ടന്റ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് അത് ഡിഫോൾട്ടായിട്ട് എനേബിൾ ആയിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ സെക്ഷനിൽ പോയിട്ട് കണ്ടന്റ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ വരും. കണ്ടന്റ് പോർട്ടൽ കണ്ടു. നമുക്ക് ഒരു ഈസിലി ഷെയറിങ് മെത്തേഡ് വന്നേക്കുന്നതാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും ഇത് ഓൺ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. നമുക്ക് എന്തെങ്കിലും സാധനം ഡ്രാഗ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ കൂടെ ഇവിടെ ഒരു സാധനം വരും കണ്ടു, ഇതിൽ കാണിക്കുന്നുണ്ട് പടം. അതിൽ കൂടെ നമുക്ക് ഏതൊക്കെ ആപ്പിളിന് വേണ്ട നോട്ട്സ് വേണോ, ഇമേജസിലേക്ക് വേണോ, അതിലൊക്കെ നമുക്ക് ജസ്റ്റ് കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അതൊരു നല്ല പരിപാടിയാണ്. അതിപ്പോൾ ഇതിലേക്കും വന്നിട്ടുണ്ട്. അത് ആദ്യം വന്നിട്ടുണ്ടെന്ന് നമ്മുടെ OnePlus 15-ലായിരുന്നു. അതൊക്കെ എല്ലാം നോഡിലെല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ. അത് ഇനി നോഡ് C5-ലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്, അതും കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ മേലെ ഒരു ബ്ലർ ഇഫക്റ്റ് കൊടുക്കുന്നുണ്ട് കണ്ടോ. പണ്ടത്തെ ഒരു ഗ്രേ എഫക്റ്റ് ആയിരുന്നു, പക്ഷെ അത് ഇപ്പോൾ ഒരു ഗ്ലാസ് ഫീൽ എഫക്റ്റ്, അതായത് ബ്ലർ ഇഫക്റ്റ് പോലെ സംഭവം വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റും അത്യാവശ്യം നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ക്യാമറയുടെ ഒരു ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത് വലിയ ലൈറ്റൊന്നും ഇല്ല നമ്മുടെ റൂമിൽ, എന്നിട്ടും നമുക്ക് അത്യാവശ്യം ഉണ്ടോ. അതായത് ഇത് നമ്മുടെ നോഡ് 5 ആണ്, നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇതിപ്പോൾ ആ ടൈം കാണിയുണ്ടോ. അപ്പോൾ നല്ല ഫോട്ടോസ് ഉണ്ടോ.
അതപ്പോൾ എന്താ അത് പോർട്ട് ഗ്ലോ എന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ വേറെ ഒരെണ്ണം പറയാണ്ടായിരുന്നത് നമ്മുടെ ഈ സൈഡ് ബാറിൽ നമുക്ക് മെമ്മറി ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാം. നമുക്ക് മെമ്മറി ക്ലീൻ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഈ സൈഡ് തന്നെ വന്നിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 GB കാണിക്കുന്നുണ്ട്. എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ സൈഡ് ബാറിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഈ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ തന്നെ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും ക്ലീൻ ഓഫ് ഓപ്ഷൻ. നമുക്ക് ഇത്രയും കാലം ആ സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും അത്യാവശ്യം കുറേ ഇമ്പ്രൂവ്മെൻറ്റും ആയിട്ട് നമ്മുടെ OxygenOS ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ OxygenOS 16.3.500 എന്ന് പറഞ്ഞൊരു മോഡൽ ആക്ച്വലി ഇപ്പോൾ OnePlus കുറേയൊക്കെ എന്താ പറയുക ബഗ്ഗും ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി മുമ്പ്. അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പെട്ടെന്ന് ചാടിക്കറി അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 500 സീരീസ് എല്ലാം നമുക്ക് നോട്ടിഫൈലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൈ എൻഡ് OnePlus ഫോണൊക്കെ ആണെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ചാടിക്കറി ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതുമായി ഇഷ്ടം പോലെ ബഗ് മെയിനായിട്ട് അതിൻ്റെ ഒരു നമ്മുടെ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺഗ്രേഡ് ചെയ്യണമെങ്കിൽ അതിനൊരു ഫ്യൂസ് ഉണ്ട്. ആ സാധനം ആ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിച്ചു പോകുമെന്ന് പറയുന്നത്. അതായത് ആ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ .500 എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തൽക്കാലത്തേക്ക് ചെയ്യേണ്ട കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മിക്കതും അതിൻ്റെ ഫിക്സ് ഇറക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ OnePlus OxygenOS അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഫിക്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നോഡിന് തന്നെ കഴിഞ്ഞൊരു അപ്ഡേറ്റിൽ അത്യാവശ്യം ബഗ്ഗിയായിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അത് ആക്ച്വലി ഫിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ OxygenOS അല്ലെങ്കിൽ OnePlus അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, കാരണം ചാടി കയറി അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.